കെ ഇസ്മയിലിനെതിരെ CPI നടപടി. ഇസ്മയിലിനെ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ തീരുമാനം. പി രാജുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പാർട്ടിയെ കുറ്റപ്പെടുത്തി നടത്തിയ പരസ്യ പ്രതികരണത്തിലാണ് നടപടി. കൂടുതൽ വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. അൺഫിലിറ്റ്, പ്രസ്താവന വിനയായിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇസ്മയിലിനെ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാനുള്ള സംസ്ഥാന എക്സിക്യൂട്ടീവിൽ തീരുമാനമുണ്ടായിരിക്കുന്നു. ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്നാണ് ഇസ്മയിലിന്റെ പ്രതികരണം. വിവരങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുതിർന്ന CPI നേതാവായിരിക്കുന്ന കെ ഇസ്മയിലിനെ പാർട്ടി 6 മാസത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനാണ് CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ തീരുമാനമായിരിക്കുന്നത്. ഇതിൽ പ്രധാനമായ കാരണം പി രാജുവിൻ്റെ അന്തരിച്ച CPIയുടെ നേതാവ് പി രാജു, മുൻ MLAയും CPIയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറിയുമായിരുന്ന പി രാജുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പ്രസ്താവനകൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു. അതായത് പി രാജുവിൻ്റെ മരണസമയത്തോ അതിനു മുന്നേ പാർട്ടി പി രാജുവിനോട് അനുകൂലമായ സമീപനമല്ല കാണിച്ചത്. പാർട്ടി അദ്ദേഹത്തോട് കാട്ടിയത് വലിയ രീതിയിലുള്ള ഒരു അപമാന ഭാരമായിരുന്നു അദ്ദേഹത്തെ താങ്ങിയിരുന്നത്. മരണസമയത്ത് പോലും ആ അപമാന ഭാരം അദ്ദേഹത്തെ വലിയ രീതിയിൽ തന്നെ ആ ഒരു ആഘാതം, മാനസിക ആഘാതം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന രീതിയിൽ പരസ്യ പ്രസ്താവന കെ ഇസ്മയിൽ നടത്തിയിരുന്നു. അതായത് പി രാജു ദീർഘകാലം എറണാകുളം ജില്ലയുടെ CPIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, മുൻ MLAയും ഒക്കെ ആയിരുന്നു. അദ്ദേഹം ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പോയതിനു ശേഷം അദ്ദേഹത്തിനെതിരെ സാമ്പത്തിക തിരിമറിയുടെ ഒരു കേസ് വരികയും അന്വേഷണ വിധേയമായി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും അച്ചടക്ക നടപടി നേരിടുകയും ചെയ്തിരുന്നു. അതിനുശേഷം പി രാജു കുറ്റക്കാരനല്ല എന്ന് പാർട്ടി തന്നെ കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ അങ്ങനെ കണ്ടെത്തിയിട്ടും പി രാജുവിനെതിരായ നടപടി പിൻവലിക്കാൻ പാർട്ടി തയ്യാറായില്ല. ഇത് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള മാനസിക ആഘാതം ഉണ്ടായിരുന്നുവെന്നും ഈ അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെ ഈ മരണശേഷം പി രാജുവിൻ്റെ മരണശേഷം കുടുംബം പാർട്ടിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. കാരണം ഈ രീതിയിൽ അദ്ദേഹത്തിന് മാനസികമായി ആഘാതമേറ്റ് അദ്ദേഹത്തിൻ്റെ മരണത്തിനൊക്കെ കാരണമായവർ പാർട്ടി നേതൃത്വം തന്നെയാണെന്ന് കുടുംബം പറയുകയും പാർട്ടിയിൽ പൊതുദർശനത്തിന് മൃതദേഹം പാർട്ടി ഓഫീസിൽ വെക്കാൻ അനുവദിക്കില്ല എന്നും പിന്നിൽ നിന്ന് കുത്തിയവരാരും മൃതദേഹം കാണാൻ വരാൻ പാടില്ല എന്നും ഈ മരണത്തിന് തൊട്ട് പിന്നാലെ തന്നെ കുടുംബാംഗങ്ങൾ രംഗത്ത് വന്നിരുന്നു. ഈ കുടുംബാംഗങ്ങളുടെ ആ ഒരു നിലപാട് ശരിവെക്കുന്ന രീതിയിൽ മുതിർന്ന നേതാവായ കെ ഇസ്മയിൽ പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും അതിനുശേഷം ഏറ്റവും വിവാദമായി അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇതേ രീതിയിൽ തന്നെ പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. ഇത് പാർട്ടിയെ CPI സംസ്ഥാന ഘടകത്തെ വലിയ രീതിയിൽ തന്നെ പ്രതിരോധത്തിലാക്കിയിരുന്നു. പാർട്ടിയുടെ എറണാകുളം ജില്ലയിലെ നേതാവാണ് പി രാജു. ഈ എറണാകുളം ജില്ലാ കമ്മിറ്റി ഈ കെ ഇസ്മയിലിന്റെ പരസ്യ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വരികയും സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് കഴിഞ്ഞ തവണ ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവാണ് കെ ഇസ്മയിലിനോട് ഈ ഒരു വിവാദ നടപടിയിൽ അദ്ദേഹത്തിൻ്റെ വിവാദ പ്രസ്താവനയിലും ഒക്കെയും വിശദീകരണം തേടാൻ തീരുമാനിച്ചു. അതിന് പിന്നാലെയാണ് ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇദ്ദേഹത്തെ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാനായി തീരുമാനിച്ചത്. അത് പി രാജുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദവും കെ ഇസ്മയിലിൻ്റെ നടപടികളും ഒക്കെ അതിനേക്കാൾ വലിയ രീതിയിലൊരു നടപടി, വലിയൊരു വിവാദത്തിലേക്ക് മാറുന്നൊരു തീരുമാനമാണ് ഇപ്പോൾ സംസ്ഥാന എക്സിക്യൂട്ടീവ് എടുത്തിരിക്കുന്നത്. കെ ഇസ്മയിലിനെ പോലുള്ളൊരു മുതിർന്ന നേതാവിനെ CPIയിലെ മുതിർന്ന നേതാവാണ് കെ ഇസ്മയിൽ. നമുക്കറിയാം കാനം രാജേന്ദ്രൻ പാർട്ടിയെ ഏറെക്കാലം ഭരിച്ചിരുന്നൊരു കാലത്ത് കാനം രാജേന്ദ്രൻ കെ ഇസ്മയിൽ എന്ന 2 പക്ഷങ്ങളായി നിന്നുകൊണ്ടാണ് വളരെ കാലം CPIയിൽ 2 വിഭാഗീയതയുടെ 2 വശങ്ങളായിരുന്നു കെ ഇസ്മയിലും കാനം രാജേന്ദ്രനും ഒക്കെ. അന്ന് കാനം രാജേന്ദ്രൻ CPI സംസ്ഥാന സെക്രട്ടറിയൊക്കെ ആകുന്ന സമയത്ത് ജില്ലാ കമ്മിറ്റികളൊക്കെ തന്നെയും കാനം പക്ഷം പിടിച്ചടക്കിയിരുന്ന സമയത്ത് എറണാകുളം ജില്ല മാത്രമായിരുന്നു കെ ഇസ്മയിലിൻ്റെ ഒപ്പം നിന്നത്. അന്ന് എറണാകുളം ജില്ല കെ ഇസ്മയിലിൻ്റെ ഒപ്പം നിൽക്കാനുള്ള കാരണമായിരുന്നത് പി രാജു തന്നെയായിരുന്നു. കാരണം ആ സമയത്തൊക്കെ പി രാജു ദീർഘകാലം എറണാകുളം ജില്ലയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ എല്ലാ കാലത്തും വിഭാഗീയത കൊടുമ്പിരി കൊള്ളുന്ന കാലത്ത് CPIയിലും കെ ഇസ്മയിലിൻ്റെ ഒപ്പം നിന്നൊരു നേതാവായിരുന്നു പി രാജു. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ വലിയൊരു വൈകാരികമായ ബന്ധം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ സമയത്ത് പി രാജുവിൻ്റെ മരണസമയത്ത് കെ ഇസ്മയിൽ ധൈര്യപൂർവ്വം വന്ന് പാർട്ടി അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്തിയിരുന്നു. അവസാന നിമിഷം പോലെ അദ്ദേഹം അസുഖബാധിതനായി കിടന്നപ്പോൾ വിദേശത്ത് കൊണ്ടുപോയി ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങളൊക്കെ താനെന്ന് മുതിർന്ന നേതാക്കളോട് പറഞ്ഞപ്പോൾ ആ രീതിയിലുള്ളൊരു സമീപനം പാർട്ടിയിൽ നിന്നുണ്ടായില്ല. പിന്നിൽ നിന്ന് കുത്തിയവരായിരുന്നു. വലിയ രീതിയിൽ മാനസികമായ ആഘാതം പാർട്ടിയിൽ നിന്ന് തന്നെ പി രാജുവിനെ ഏറ്റിരുന്നു. അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഇമേജ് മുഴുവൻ അദ്ദേഹത്തെ കളങ്കപ്പെടുത്തുന്ന രീതിയിലായിരുന്നു പാർട്ടി അവസാന കാലം വരെയും അദ്ദേഹത്തോട് പെരുമാറിയത്. ഈ രീതിയിൽ കെ ഇസ്മയിലിനെ പോലുള്ള നേതാവ് തന്നെ പരസ്യമായി രംഗത്ത് വരികയൊക്കെ ചെയ്തപ്പോൾ അത് പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കി. അതുകൊണ്ടാണ് എറണാകുളം ജില്ലാ കമ്മിറ്റി ഇത് സംബന്ധിച്ച് പരാതി നൽകിയപ്പോൾ ആ പരാതി ഗൗരവപൂർവ്വം സംസ്ഥാന ഘടകം ഏറ്റെടുക്കുകയും അന്ന് ആ പ്രസ്താവനയൊക്കെ തള്ളി ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കളൊക്കെ രംഗത്ത് വന്നിരുന്നു. എന്തായാലും
ഗൗരവത്തോടെ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുകയും കെ ഇസ്മയിലിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 6 മാസത്തേക്ക് കെ ഇസ്മയിലിനെ പോലെ ഒരു മുതിർന്ന നേതാവാണ്. നമുക്കറിയാം ഇപ്പോൾ അദ്ദേഹം ദേശീയ എക്സിക്യൂട്ടീവിന്റെ മുൻ ദേശീയ എക്സിക്യൂട്ടീവ് ആയിരുന്നു. ഇപ്പോൾ ദേശീയ എക്സിക്യൂട്ടീവിൽ ഇല്ല. കാരണം പ്രായപരിധിയുടെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ സംഘടനാ രംഗത്ത് നിന്നൊക്കെ അദ്ദേഹം മാറി നിൽക്കുകയാണ്. ഇപ്പോൾ പാലക്കാട് ജില്ലാ കൗൺസിലിന്റെ ക്ഷണിതാവാണ് കെ ഇസ്മായിൽ. അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന നേതാവിനെയാണ് പാർട്ടി അച്ചടക്കത്തിന്റെ പേരിൽ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാനായി തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന എക്സിക്യൂട്ടീവ് ഈ തീരുമാനം സംസ്ഥാന കൗൺസിലിനെ അറിയിക്കും. സംസ്ഥാന കൗൺസിൽ ഇത് അംഗീകരിക്കുന്നതോടുകൂടി അത് പ്രാബല്യത്തിൽ വരികയാണ് ചെയ്യുന്നത്. ഈ തീരുമാനത്തെക്കുറിച്ച് കെ ഇസ്മായിൽ ഇപ്പോൾ തനിക്ക് അറിയില്ല എന്ന് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഇനി അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്ന് അറിയാം. എന്തായാലും ഏറ്റവും വിവാദമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് CPIയുടെ സംസ്ഥാന ഘടകത്തിൽ നിന്നുണ്ടായിരിക്കുന്നത്. കെ ഇസ്മായിലിനെ പോലെ ഏറ്റവും മുതിർന്ന നേതാവ്, മുൻ മന്ത്രിയാണ്, മുൻ MLA ആണ്. അദ്ദേഹത്തെ 6 മാസത്തേക്കാണ് അദ്ദേഹത്തെ വിവാദ പ്രസ്താവനയുടെ പേരിൽ പാർട്ടി സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്.